അത് കോൺഗ്രസിൻ്റെ കാര്യം നിങ്ങൾക്കറിയായിട്ടാണ്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചോദിക്കുകയാണ്. അവരേത് കാര്യത്തിലാണ് രണ്ട് നിലപാടല്ലാത്തത്? നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി രണ്ട് നിലപാടല്ലേ? ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ലേ? അപ്പോൾ അവർ എല്ലാ കാര്യത്തിലും രണ്ട് നിലപാടാണ്. ഇവിടെ തന്നെ നിയമം വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം ഉണ്ടാകണമെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുമ്പം പിന്നെ നമ്മുടെ പ്രിയങ്ക ഗാന്ധി എന്താ പറയുന്നത്? പറ്റില്ല എന്നല്ലേ? അപ്പോൾ അവർക്ക് എല്ലാ കാര്യത്തിലും ഇരട്ടത്താപ്പാണ്. അതിവിടെയും കാണുന്നതല്ലാതെ കോൺഗ്രസ് അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു വാർത്തയേ അല്ല. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് താൽക്കാലിക ലാഭങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടിക്ക് അനുകൂലമായി അത് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നതിലൊന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ അത് മാത്രമായി ചുരുങ്ങുമ്പോൾ രാജ്യ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർ വിസ്മരിച്ചു പോയത്. കോൺഗ്രസ്സിന് കോൺഗ്രസ്സായി നിൽക്കണമെങ്കിൽ അവർ പഴയ കോൺഗ്രസിൻ്റെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയും തുടങ്ങിയ മഹാരഥന്മാരുടെ പാതകൾ വിട്ട് പുതിയ പാതയിലേക്കാണ് ഇപ്പോൾ അവർ സഞ്ചരിച്ചിരിക്കുന്നത്. പഴയ കാലത്തെ അങ്ങനെ തന്നെ അനുകരിക്കണം എന്നല്ല, തുടരണം എന്നല്ല. പഴയ കാലത്തുണ്ടായിരുന്നത് കാലോചിതമായ പരിഷ്കാരം എല്ലാ മേഖലയിലും വേണം. ആ പരിഷ്കാരങ്ങൾക്കപ്പുറം അത് പാടെ വിസ്മരിക്കുന്ന കോൺഗ്രസ് ഒരു വശത്തും അത് പാടെ വിസ്മരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന BJPയും കൂടി രണ്ടുപേരും ഒരേ കൃത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു പ്രശ്നമാണ്.